എൻ്റെ പേര് ഷൈജി മാത്യു കരുനാട്ടിപ്പറമ്പിൽ, കോട്ടയം ജില്ല വരിക്കാവുന്ന വടകരയിൽ ഞാൻ താമസിക്കുന്നത്. കടുത്തുരുത്തി ക്ഷീരവികസന വകുപ്പിൽ നിന്ന് അനുവദിച്ച 5 പശു യൂണിറ്റിൽ എനിക്ക് 2015-16 വർഷത്തിൽ എനിക്ക് അനുവദിച്ച് കിട്ടി. ഞാൻ അതിൻ്റെ പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുകയും ഈ പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്തു. എനിക്ക് ഇപ്പോൾ 14 പശുവോളം ഇപ്പോൾ കറക്കുന്ന പശുക്കളുണ്ട്. പിന്നെ കിടാരികൾ 3-4 അതുണ്ട്. വലിയൊരു മൂരിയെ ഞാൻ വളർത്തുന്നുണ്ട്. അവനെ ഇവിടെ ക്രോസ് ചെയ്യിക്കാനായിട്ട് ഞാൻ കുത്തിവെച്ചെന്നാൽ ചെന പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം ഒരു HF-ന്റെ ഒരു മൂരിയെ ഞാൻ ഇവിടെ ഉണ്ടായ കുഞ്ഞിനെ തന്നെ ഞാൻ വളർത്തിയെ. അവരിപ്പോൾ ഓക്കെ ആയിരിക്കും, 2 വർഷത്തോളമായി. അതിനെ ഇപ്പം ഞാനിപ്പം ഇങ്ങനെ ക്രോസ് ചെയ്യിക്കുന്നത് ആ മൂരിയെ കൊണ്ടാണ്. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തൽക്കാലം മുന്നോട്ട് പോകുന്നു. രാവിലെ പശുവിനെ ചാണകം വാരി ക്ലീൻ ചെയ്യുന്ന വെള്ളം, വാഷ് ചെയ്ത വെള്ളം, അതിൽ ഈ ഓവുവഴി നേരെ വരുന്നത് ഇവിടെ 2 ആയിട്ട് തിരിച്ചു വെക്കാണ് ഒരു ടാങ്ക്. അതിൽ ഫസ്റ്റ് ഓവുവഴി നേരെ പോകുന്നത് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോകും. ഗ്യാസിന് ആവശ്യമായ വെള്ളം സ്ലറി ചാണകം വെള്ളം ചെന്ന് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്തുകൊണ്ട് അടുത്ത് ഷട്ടർ തുറക്കുന്നു. പിന്നെ നേരെ ഒന്ന് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പോകുന്ന സെല് തള്ളുന്ന സെപ്റ്റി ടാങ്കിലേക്ക് ചാടിയിട്ട് ഈ വെള്ളം അവിടെ ചെന്ന് ചാടിയിട്ട് ഒന്നിച്ച് ചെന്നിട്ട് ഒരു ഓർപ്പ ടാങ്കിലേക്ക് ഇരിക്കും. അവിടെ നിന്നാണ് തെളിഞ്ഞ വെള്ളമാണ് ഞാൻ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും ഇതിനുള്ള മാലിന്യ വെള്ളമൊന്നും മണ്ണിലേക്ക് ലയിച്ചു പോയി. അപ്പം മറ്റ് പരിസര മലിനീകരണങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഒരു ദിവസം പശുവിനെ എനിക്ക് ഇതിരുന്ന് ഇവിടെ കറന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാല് 2 നേരം കൂടി 160 ലിറ്ററോളം പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. അതിൽ ഞാൻ പകുതിയോളം സൊസൈറ്റിയിൽ സപ്ലൈ ചെയ്യും. ബാക്കി പകുതി പാലോളം ഞാൻ മറ്റു പുറത്ത് കട വഴി, എന്നാൽ ബേക്കറി വഴി അങ്ങനെയുള്ള കട വഴി ഞാൻ നാടൻ പാലെന്ന ലെവലിൽ തന്നെ ഒരു മായമില്ലാതെ ഞാൻ സപ്ലൈ ചെയ്യുന്നു. എനിക്ക് അതിൽ നിന്ന് ഒരു മറ്റ് ഇച്ചിരി വരുമാനം എനിക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിനൊക്കെയുള്ള ഫുഡ് എന്ന് പറയുന്നത് KS കാലിത്തീറ്റയാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തവിടുണ്ട്, അതുപോലെ പരുത്തിപ്പിണ്ണാക്കുണ്ട്, പിന്നെ കമ്പപ്പൊടിയുണ്ട്. അപ്പം ഞാൻ തൽക്കാലം അതൊക്കെ ഞാനിത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. എന്നാൽ വില കണ്ടമാനായതിൻ്റെ പേരിൽ ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പം കാലിത്തീറ്റ മാത്രമായിട്ട് നിർത്തിയേക്കുവാണ്. ഫുഡ് എന്ന് പറയുന്നത് പുല്ല് ഞാനിവിടെ സ്വന്തമായിട്ട് കൃഷി, എന്റെ സ്വന്തം പറമ്പിലും അല്ലാതെയും ഞാൻ പാട്ടത്തിനെടുത്തും കൃഷി ചെയ്യുന്നുണ്ട്. 2-3 സ്ഥലത്ത് അത് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം എനിക്കത് ടൈറ്റ് വരുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ കന്നാര, വൈക്കോല് ഇതെല്ലാം കന്നാര മെഷീനിൽ അരിഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. വൈക്കോല് ഞാൻ പാലക്കാട് നിന്ന് ഞാൻ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നാട്ടില് പാടങ്ങൾ കൊയ്യാറാണ് സമയത്ത് ഞാൻ നാട്ടിൽ ശേഖരിക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുട്ടക്കോഴികളെ, അങ്ങനെ താറാവ്, അങ്ങനെയുള്ള ചെറിയ അപ്പം വീട്ടിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്കിത് നടന്നു പോകും. പിന്നെ എന്റെ കൃഷി എന്ന് പറയുന്നത് ഈ വാഴയും മറ്റ് ജാതി അങ്ങനെയുള്ള കൃഷികൾ. അത് ഇതിന്റെ വാശിയുടെ വെള്ളവും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചാണാൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യക്കാർക്ക് ചാണാൻ ഞാൻ ചാക്കിൽ കെട്ടിയിട്ടേക്കുവാണ്. അത് ആവശ്യക്കാർ വന്ന് വണ്ടി വന്ന് ലോഡ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു.
മൂത്തയാള് നേഹ, ഇളയാള് നവീന. ഇവർ രണ്ടും പഠിക്കുന്നു. മൂത്തയാള് +1 പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 9 പഠിക്കുന്നു. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എന്ത് കാര്യത്തിനും എന്നെ സഹായിക്കാൻ ഇവർ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഞാൻ 2-2:30-3 മണിയോട് കൂടി ഇവിടെ വെളുപ്പിനെ ഇതിൽ വർക്കിന് ഇറങ്ങുന്നതാണ്. ആ സമയത്തൊക്കെ ആവശ്യം വന്നാൽ അവർ എണീറ്റ് വരും, എന്റെ കൂടെ എല്ലാത്തിനും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ ഫാമിലി, എന്റെ അമ്മയുണ്ട്, അവരെല്ലാവരും എല്ലാത്തിനും എന്നെ സഹായിക്കുന്നുണ്ട്. അതിന് വൈഫ് ഇവിടെ ഇല്ല, വൈഫ് ഇറ്റലിയിലാണ്, ഞാൻ ഇറ്റലിയിലായിരുന്നു. 12-13 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വൈഫ് തൽക്കാലം അവിടെ നിൽക്കുക, ഞാൻ നിർത്തി പോന്നിട്ടില്ല. ഞാനിവിടെ എനിക്ക് ഈ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടും ഈ ഫീൽഡിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇറ്റലിയിൽ. അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് തുടങ്ങിയതാണത്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ഫീൽഡാണ്.